ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. പ്രിയപ്പെട്ട കുട്ടികളെ, ഫിഖ്ഹുൽ ഇസ്ലാമി 3-ാം ക്ലാസ്സിലെ ഫിഖ്ഹുൽ ഇസ്ലാമിയിലെ 4-ാമത്തെ പാഠം അദ്ദർസുർ റാബിഉ ഇജ്അൽനി മിനൽ മുത്തത്വഹിരീൻ. അതിൻ്റെ അർത്ഥം ശുദ്ധിയുള്ളവരിൽ എന്നെ ഉൾപ്പെടുത്തണമേ. ഇനി നമുക്ക് പാഠം വായിക്കാം. ഉമ്മ വുളു ചെയ്തു കഴിഞ്ഞു. ഫാത്തിമ ചോദിച്ചു, നിങ്ങൾ എന്തൊക്കെയാണ് ചൊല്ലിയത്? അത് ദിക്റുകളാണ് മോളെ. എനിക്കും ചൊല്ലിത്തരൂ ഉമ്മ. അവൾ വുളു എടുക്കാൻ തുടങ്ങി. മുൻകൈ കഴുകുമ്പോൾ ഉമ്മ ചൊല്ലിക്കൊടുത്തു, ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അൽഹംദുലില്ലാഹില്ലദി ജഅലൽ മാഅ ത്വഹൂറാ. കുട്ടികളെ, വുളുവിൽ ആദ്യം മുൻകൈ രണ്ടും കഴുകലാണ്. മുൻകൈ കഴുകുമ്പോഴാണ് ഈ ദിക്ർ ചൊല്ലേണ്ടത്. ഇനി നമുക്ക് വുളുവിന് ശേഷമുള്ള ദുആവും കൂടി ഈ പാഠത്തിൽ പഠിക്കാനുണ്ട്. നമുക്ക് ബാക്കി വായിക്കാം. വുളുവിന് ശേഷം 2 കൈയും കണ്ണും മേൽപോട്ട് ഉയർത്തി ചൊല്ലിയ ദുആ എന്താണ്? ഉമ്മ ചൊല്ലിക്കൊടുത്തു, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതത്വഹിരീൻ വജഅൽനി മിൻ ഇബാദിക്കസ് സ്വാലിഹീൻ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഈ ദുആയുടെ പ്രതിഫലം മോൾക്കറിയുമോ? ഉമ്മ ചോദിച്ചു. ഉമ്മ ഫാത്തിമയോട് ചോദിക്കാണ്, ഈ ദുആ ചൊല്ലുന്നവർക്ക് വുളുവിന് ശേഷമുള്ള ദുആ 2 കൈയും കണ്ണും മേൽപോട്ട് ഉയർത്തി ചൊല്ലുന്ന ഈ ദുആയുടെ പ്രതിഫലം മോൾക്കറിയുമോ? ഫാത്തിമ പറഞ്ഞു, ഇല്ല ഉമ്മ. ഈ ദുആ ചൊല്ലുന്നവർക്ക് സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളിൽ ഇഷ്ടമുള്ളതിലൂടെ പ്രവേശിക്കാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളിൽ ഇഷ്ടമുള്ളതിലൂടെ പ്രവേശിക്കാമെന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ട്. ഫാത്തിമ, അൽഹംദുലില്ലാ, ഇനി ഞാൻ എല്ലാ ദിവസവും ഈ ദുആ ചൊല്ലും. ഫാത്തിമ പറയണ എല്ലാ ദിവസവും വുളുവിന് ശേഷം ഈ ദുആ ചൊല്ലും. അല്ലാഹുമ്മ ജഅൽനി മിനൽ മുതത്വഹിരീൻ. അല്ലാഹുവേ, ശുദ്ധിയുള്ളവരിൽ എന്നെ ഉൾപ്പെടുത്തണമേ. ഈ പാഠത്തിൽ വുളു എടുക്കുമ്പോഴുള്ള ദിക്റും മുൻകൈ കഴുകുമ്പോഴാണ് ചൊല്ലേണ്ടത്. ആ ദിക്റും തന്നിട്ടുണ്ട്, വുളുവിന് ശേഷമുള്ള ദുആയും തന്നിട്ടുണ്ട്. ഇത് രണ്ടും നന്നായി പഠിക്കാം. ഇനി നമുക്ക് തദ്രിബാത്ത് നോക്കാം. 1. നുജിബ്, ഉത്തരം എഴുതുക. 1. വുളുവിന് ശേഷം ദുആ ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലം. ഉത്തരം, സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളിൽ ഇഷ്ടമുള്ളതിലൂടെ പ്രവേശിക്കാം. 2. മുൻകൈ കഴുകുമ്പോൾ ചൊല്ലേണ്ട ദിക്റുകൾ. മുൻകൈ കഴുകുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ ഇവിടെ എഴുതാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ അടുത്ത പേജിലാണ് എഴുതിയിരിക്കുന്നത്. അത് ഇതിൽ ഇട്ടിട്ടുണ്ട്. അതറിയാത്തവർ ഇതിൽ നോക്കിയത്, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ അതുപോലെ തന്നിട്ടുണ്ട്. അതിൻ്റെ ആൻസർ ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അൽഹംദുലില്ലാഹില്ലദി ജഅൽ മാഅ ത്വഹൂറാ. 3-ാമത്തെ ക്വസ്റ്റ്യൻ, വുളുഇന് ശേഷം ചൊല്ലേണ്ട ദുആ. അതിൻ്റെ ഉത്തരവും ഞാൻ ലാസ്റ്റ് പേജിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അത് ഇവിടെ ഇട്ടിട്ടുണ്ട്. അത് നോക്കി എഴുതുക, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് നോക്കി എഴുതുക. ദുആ നോക്കാം. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീൻ വജഅൽനി മിനൽ മുതത്വഹിരീൻ വജഅൽനി മിൻ ഇബാദിക്കസ് സ്വാലിഹീൻ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഇനി അടുത്ത പേജിൽ 4-ാമത്തെ, വുളുവിന് ശേഷമുള്ള ദുആ ചൊല്ലുമ്പോൾ കൈകൾ എങ്ങനെ പിടിക്കണം? അതിൻ്റെ ഉത്തരം,
മേൽപോട്ടുയർത്തുക, കൈകൾ രണ്ടും മേൽപോട്ടുയർത്തുക നമ്മളെ പാഠത്തിലുണ്ട്. ഉത്തരം മേൽപോട്ടുയർത്തുക. ഇനി അതിൽ രണ്ടാമത്തെ നൽബിത്തു ബിൽ അഷ്കാൽ, അതിന് അർക്കത്തിടാനാണ്. ഫത്തഹ്, കസർ, ലമ്മ്, സുക്കൂൻ അതൊക്കെ ഇടാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നാണ് വായിക്കുക. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള ഫത്തഹും കസറൊക്കെ ഇടാം. 2 അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു. 3 അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദഹു വറസൂലഹു. 4 അൽഹംദുലില്ലാഹില്ലദി ജഅലൽ മാഅ തഹൂറ. 5 അല്ലാഹുമ്മ ജഅൽനി മിനത്ത് തവ്വാബീൻ. 6 വജഅൽനി മിനൽ മുതതഹിരീൻ. 7 വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ. അതിനാവശ്യമായിട്ടുള്ള ഫത്തഹ്, കസർ, ലമ്മ്, സുക്കൂന് അതൊക്കെ ഇട്ടിട്ട് കൊടുക്കാം. മൂന്നാമത്തെ നുറത്തിബ് അല്ലാഹുമ്മ വജഅൽനി മിനൽ മുതതഹിരീൻ. അത് ഉളുവിന് ശേഷമുള്ള ദുആ ആണ്. ഉളുവിന് ശേഷമുള്ള ദുആ ഓർഡർ തെറ്റിച്ചിട്ടാണ് തന്നിരിക്കുന്നത്. അത് നമ്മൾ നേരെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിട്ട് ഇവിടെ അതേപോലെ എഴുതി വെക്കാം. അതിൻ്റെ അടുത്തത് 4ാമത്തെ ക്വസ്റ്റ്യൻ, ഈ പാഠത്തിൽ പഠിച്ച കാര്യങ്ങൾ ഉമ്മയുമായി സംസാരിക്കുക. ഉമ്മ പറയുന്ന കാര്യങ്ങൾ എഴുതുക. ഒരു മാതൃകയായിട്ട് ഒരു ആൻസർ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോക്കി എഴുതാം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് എഴുതാം. ആൻസർ: വുളു എടുക്കുമ്പോൾ ഓരോ അവയവങ്ങൾ കഴുകുമ്പോഴും അതിൻ്റെ ദിക്റുകൾ ചൊല്ലണം. വുളുഇനു ശേഷം 2 കൈയും കണ്ണും മേൽപോട്ടുയർത്തി ദുആ ചെയ്യണം. ഈ ദുആ ചെയ്യുന്നവർക്ക് സ്വർഗത്തിലെ 8 കവാടങ്ങളിൽ ഇഷ്ടമുള്ളതിലൂടെ കടക്കാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ നോക്കി എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാം. ഇതോടുകൂടി ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു. ഈ ദിക്റും ദുആയും നന്നായി പഠിക്കുക. 3ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് പാഠം ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക.